രാവിലെ വർക്കിനായി വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴാണ് വീടിന്റെ മുമ്പിൽ ഒരുപാട് ആളുകളെ കാണുന്നത്. കാര്യം അന്വേഷിച്ചപ്പോൾ അമ്മയാണ് പറഞ്ഞത് അടുത്ത വീട്ടിലെ മരണത്തെക്കുറിച്ച്. തൊട്ടടുത്ത വീടല്ലേ, അത്ര പെട്ടെന്ന് ഇറങ്ങാൻ പറ്റില്ലല്ലോ. എല്ലാം കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ കുറച്ച് ലേറ്റ് ആയിരുന്നു. നേരെ പോയത് A4 റോളിന്റെ ഓഫീസിലേക്കാണ്. ഇന്നും ഹരീഷ് ഏട്ടനോടൊപ്പമാണ് വർക്ക് പ്ലാൻ ചെയ്തിരിക്കുന്നത്. കേരള സംസ്ഥാനം ആര് ഭരിച്ചാലും നമ്മൾ പണിയെടുത്താലേ നമുക്കുണ്ടാവുള്ളൂ. അതുകൊണ്ട് അധികം സമയം വൈകാതെ ഞങ്ങൾ നേരെ റൂട്ടിലേക്ക് ഇറങ്ങി. ഇന്ന് ഞങ്ങൾ വർക്ക് ചെയ്യാൻ പ്ലാൻ ഇട്ടിരിക്കുന്നത് എടവണ്ണപ്പാറയാണ്. ഓൾറെഡി ഞങ്ങളുടെ കമ്പനിയുടെ സാധനങ്ങളൊക്കെ ആ ഭാഗത്തുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു ഫോളോ അപ്പ് വർക്ക് പോലെ തന്നെയാണ് ഇന്ന് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ പറഞ്ഞതുപോലെ വെയിലിന് വല്ലാത്തൊരു ചൂടാണ്. അതുകൊണ്ട് തന്നെ വർക്കിനിറങ്ങാൻ ഒരുപാട് മടിയാണ്. പക്ഷെ നമുക്ക് ലീവ് എടുക്കാൻ പറ്റാത്തതുകൊണ്ട് കണ്ടിന്യൂ ചെയ്യുന്നൊന്നും മതി. ഇടയ്ക്കെങ്കിലും ഒന്ന് ആഗ്രഹിച്ചു പോകും ഇതുപോലുള്ള ചൂട് കുറഞ്ഞു കിട്ടാൻ. ആ ടെമ്പറേച്ചർ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതുപോലുള്ള സ്ഥലങ്ങൾ കൂടെ വണ്ടി ഓടിച്ചു പോകുന്നത്. ഒരാശ്വാസത്തിന് ഇതുപോലുള്ള ജ്യൂസുകളും നല്ലതാണ്. ഫ്രഷ് ജ്യൂസ് ആയതുകൊണ്ട് ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു. ഹരീഷ് ഏട്ടൻ പ്രിഫർ ചെയ്തത് അവക്കാഡോ ആയതുകൊണ്ട് ഞാനും അത് തന്നെ എടുക്കാൻ തീരുമാനിച്ചു. ഈ അടുത്ത കാലങ്ങളിൽ ഷുഗർ ചിന്തിക്കാറ് പോലുമില്ല. അതുകൊണ്ട് തന്നെ ഈ ജ്യൂസുകളിൽ എക്സ്ട്രാ ആഡ് ചെയ്തിരിക്കുന്ന ഷുഗറിനെ കുറിച്ച് ഞങ്ങൾ ചിന്തിച്ചിട്ട് പോലുമില്ല. ഇനി ചിന്തിക്കുകയാണെങ്കിൽ തന്നെ ഈ വേനൽക്കാലം കഴിഞ്ഞതിന് ശേഷം ചിന്തിക്കാമെന്ന് കരുതി. അങ്ങനെ വെള്ളം കുടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞങ്ങളുടെ വർക്ക് കണ്ടിന്യൂ ചെയ്തു. എത്തിച്ചേർന്ന സ്ഥലം എടവണ്ണയാണ്. എടവണ്ണയിലെ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ഹരീഷ് ഏട്ടന് ചെറിയൊരു വർക്ക് ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് മറ്റൊരു അപ്പോയിന്റ്മെന്റിന് വേണ്ടി ഞങ്ങൾ അവിടെ വെയിറ്റ് ചെയ്തിരുന്നു. അപ്പോയിന്റ്മെന്റ് സമയമായപ്പോൾ ഞങ്ങൾ കസ്റ്റമറെ കാണാൻ വേണ്ടി പോയി. കസ്റ്റമറെ കണ്ടു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ എടവണ്ണയിലെ വർക്ക് തീർത്ത് പുറത്തേക്ക് ഇറങ്ങി. എടവണ്ണയിലെ വർക്ക് കഴിഞ്ഞ് തിരിച്ചിറങ്ങുമ്പോൾ ഒരുപാട് സ്ഥലത്ത് കൂടി കയറാനുണ്ടായിരുന്നു. സമയം ഇനിയും ഒരുപാട് ബാക്കിയുണ്ട് എന്നുള്ള ഓർമ്മയിൽ തിരിച്ചു വരുമ്പോഴാണ് മറ്റൊരു പണി കിട്ടുന്നത്. ഞങ്ങളെ അവിടെ പോസ്റ്റ് ആക്കിക്കൊണ്ട് മഴ പെയ്തു. മുക്കം ബോർഡർ താണ്ടിയ മഴയാണെന്ന് അറിഞ്ഞിട്ട് ഞങ്ങൾ എന്തിനാണ് ഈ റൂട്ട് പോകുന്നതെന്ന് ഞങ്ങൾ ഒരുപാട് ആലോചിച്ചു. അതിനൊരു ഉത്തരം ഇല്ലാത്തതുകൊണ്ട് വയറ് ഫില്ല് ചെയ്യാൻ ഞങ്ങൾ അങ്ങ് തീരുമാനിച്ചു. ഈ അടുത്ത കാലത്ത് ഉച്ചഭക്ഷണം വളരെ കുറഞ്ഞതുകൊണ്ട് കടികളിൽ എണ്ണം കൂടാറുണ്ട്. അത് തന്നെയാണ് ഇന്നും സംഭവിച്ചത്. പക്ഷെ ഇന്ന് കാരണം മറ്റൊന്നു കൂടി ഉണ്ടായിരുന്നു. ആ കാരണക്കാരനെ കുറിച്ചാണ് ഇനി നമുക്ക് സംസാരിക്കാനുള്ളത്. ചായ കുടി കഴിഞ്ഞിട്ട് അവിടെ നിന്ന് പുറപ്പെട്ട ഞങ്ങളെ പിടിച്ചു നിർത്തിയത് അവൻ തന്നെയാണ്. എത്ര സമയം അവിടെ ഇരിക്കേണ്ടി വന്നു എന്ന് ഞങ്ങൾക്ക് ഒരു ഓർമ്മയില്ല. പക്ഷെ ആ സങ്കടവും സന്തോഷമാക്കിയത് ഹരീഷ് ഏട്ടൻ തന്നെയാണ്. ആ നുറുങ്ങു സമയത്തിലും അദ്ദേഹം എന്റെ വീഡിയോകൾ കണ്ടിട്ട് എന്നെ സമാധാനിപ്പിക്കുകയായിരുന്നു. മഴയ്ക്ക് ചെറിയൊരു ശമനം ഉണ്ടാകുമ്പോൾ ഞങ്ങൾ യാത്ര തുടങ്ങും. എന്നാൽ അധിക ദൂരം സഞ്ചരിക്കാൻ അവൻ സമ്മതിക്കില്ല. വീണ്ടും ഞങ്ങളെ എവിടെയെങ്കിലും അവൻ തളച്ചിടും. അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ 7 മണിക്ക് വർക്ക് തീർത്ത് കോഴിക്കോട് തിരിച്ചെത്തേണ്ട ഞങ്ങൾ യാത്ര ചെയ്തതിൽ ഭൂരിഭാഗ സ്ഥലങ്ങളും ക്ലോസപ്പായി കണ്ടതിന് ശേഷം തിരിച്ചെത്തുന്നത് 10 മണിയോട് അടുപ്പിച്ചാണ്. ഒടുവിൽ ഹരീഷ് ഏട്ടനെ A4 ൽ ഡ്രോപ്പ് ചെയ്തിട്ടാണ് ഞാൻ തിരിച്ച് വീട്ടിലേക്ക് മടങ്ങുന്നത്. അവിടുന്ന് തിരിച്ച് വീട്ടിലേക്കുള്ള വരവിൽ ആഘോഷങ്ങൾ ഇനിയും അവസാനിക്കാത്ത ഒരുപാട് കലാശക്കൊട്ടുകൾ ഞാൻ കണ്ടു. ഇവിടെയൊക്കെ കലാശക്കൊട്ടുകളാണെങ്കിൽ പല സ്ഥലത്തും അത് അക്രമാസക്തമാവുന്നുണ്ട്. എനിക്ക് ഒന്ന് മാത്രമേ പറയാനുള്ളൂ, മതവും രാഷ്ട്രീയമെല്ലാം മനുഷ്യന്റെ നന്മയ്ക്ക് വേണ്ടിയാവണം. അത് ആരെയും ഉപദ്രവിക്കാനാവരുത്.